പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസിനെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് ജോൺസണയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ദ ലാസ്റ്റ് ടൈം ഈസ് നൗ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നതായി കാണാൻ സാധിച്ചു. അതിലെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നടന്ന മത്സരത്തിൽ ജെ ഊസോയും LA നൈറ്റും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് മത്സരത്തിൻ്റെ അവസാനം കാണാൻ സാധിച്ചത്. ജെ ഊസോയെ ക്ലീനായി തന്നെ LA നൈറ്റ് പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി വിജയം നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ LA നൈറ്റ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ സോളോ സിക്കോവയും ഗന്ധറും തമ്മിൽ ഏറ്റുമുട്ടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതിഗംഭീരമായിട്ടുള്ള പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. സോളോ സിക്കോവയുടെ സ്പെഷ്യൽ എൻഫോഴ്സറായ ടോള ടോങ്ക റിംഗ് സൈഡിൽ സോളോ സിക്കോവയെ സഹായിക്കാൻ ഉണ്ടായിരുന്നു. ആ ഒരു സഹായം പക്ഷേ സോളോയുടെ വിജയത്തിലേക്ക് എത്തിച്ചില്ല. പിൻഫോളിലൂടെ ഗന്ധർ സോളോ സിക്കോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഗന്ധർ വേഴ്സസ് LA നൈറ്റ് തമ്മിലുള്ള ഈ ലാസ്റ്റ് ടൈം ഈസ് നൗ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ വേഴ്സസ് ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിലെ മെമ്പറായ ഫിൻ ബാലർ തുടങ്ങിയവർ കളിക്കുന്ന ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ലോഗൻ പോൾ കയറി ചെല്ലുന്നതും ഇവർ തമ്മിലുള്ള ചെറിയൊരു ആർഗ്യുമെൻറ്റ്, ഒരു വാക്ക് തർക്കം അവസാനം റെയ് മിസ്റ്റീരിയോ ലോഗൻ പോളിൻ്റെ മുഖത്ത് സ്ലാപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു രംഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിലേക്ക് നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം വാർ റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം AJ സ്റ്റൈൽസും ഡ്രാഗൻ ലീയും അവരുടെ ടാഗ് ടീം ടൈറ്റിൽ ന്യൂ ഡേ ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്തതായിരുന്നു. കിടിലമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഈ ഒരു മത്സരത്തിൻ്റെ അവസാന 2 മിനിറ്റുകളുണ്ട് നല്ല ഫൈറ്റ് സീക്വൻസ് കാണാൻ സാധിച്ചു. സ്റ്റൈൽസ് ക്ലാഷൊക്കെ AJ സ്റ്റൈൽസ് ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ കണ്ടാൽ അറിയാം. എത്ര പ്രായമായാലും AJ സ്റ്റൈൽസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസ്ലിംഗ് റിംഗിലെ പെർഫെക്ഷൻ അത് അദ്ദേഹത്തിൻ്റെ കൈവിട്ട് പോകില്ല. അദ്ദേഹം അതിമനോഹരമായിട്ടാണ് ആ ഒരു സീക്വൻസുകൾ ചെയ്യുന്നത്. AJ സ്റ്റൈൽസ് മാത്രമല്ല ഡ്രാഗൻ ലീയും ന്യൂ ഡേയിലെ സാവിയർ വേഴ്സും കോഫി കിങ്സ്റ്റണും കിടിലമായിട്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ നിന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും മികച്ചൊരു മുഹൂർത്തം ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. ഇത് കൂടാതെ ഒരു സെഗ്മെൻറ്റ് അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് ഈ ഇനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചു വരുന്ന അതിപ്പോൾ LA നൈറ്റ് ആയാലും ഗന്ധർ ആയാലും അവരുടെ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്നുള്ളതും അവർ ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. മൂന്നാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിനെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിന് ഗംഭീരമായിട്ടുള്ള ഒരു പുഷ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഉടനീളം കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡൊമിനിക് മെസ്റ്റിറ്റിയോയും ജഡ്ജ്മെൻറ്റ് ഡേയിലെ മറ്റ് ടീം അംഗങ്ങളും വന്നിട്ട് ലിവ് മോർഗന് വലിയൊരു വെൽക്കമിങ് അവർ ചെയ്യുന്നുണ്ട്. ലിവ് മോർഗൻ വന്നിട്ട് താരം സിമ്പിളായിട്ട് പറയുന്നത് പഴയതുപോലെ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് ടോപ്പിലേക്ക് വരണം, അതിനാണ് തൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ്. ഈ ടീമിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊന്നും ഇനിയൊരു കാര്യമല്ല. ഇനി നമുക്ക് വേണ്ടത് ചാമ്പ്യൻഷിപ്പുകളാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കണം ഇനി നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്തോ അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങേണ്ടത് എന്ന് ലിവ് മോർഗൻ പറയുന്നു. അപ്പോൾ ഈ ലീഡർ പൊസിഷൻ ലിവ് മോർഗൻ വീണ്ടും എടുക്കുന്നതായിട്ട് നമുക്ക് ആ ഒരൊറ്റ സെഗ്മെൻറ്റിൽ നിന്ന് മനസ്സിലായതാണ്. പിന്നീട് മെയിൻ ഇവൻറ്റിലെ ആ ടാഗ് ടീം മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതും ആസ്കയും കൈറി സൈനും ഈ ഷാർലറ്റിൻ്റെ ടീമിനെയും റിയ റിപ്ലിയുടെ ടീമിനെയും ആക്രമിക്കുന്ന ഒരു സമയത്ത് ബെയ്ലിയും അതുപോലെ തന്നെ ലൈറ വാൽക്കീരിയയും വന്നിട്ട് ഈ കബൂക്കി വാരിയേഴ്സിനെ അടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ലൈറ വാൽക്കീരിയ ഒരു മേധാവിത്വം കിട്ടി നിൽക്കുന്ന സമയത്താണ് ആ റിങ്ങിൻ്റെ പുറത്ത് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ലിവ് മോർഗൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുന്നത്. അതിനുശേഷം റോക്സിനി പെരസും റെഗൽ റോഡ്രിഗസും ലിവ് മോർഗനും ചേർന്ന് ബാക്കിയുള്ളവരെയെല്ലാം ബ്രൂട്ടലായി ആക്രമിക്കുന്നതും ഇവർ ഈ ഒരു വുമൻസ് ടാഗ് ടീം ടൈറ്റിൽ എടുത്ത് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റോട് കൂടി റോ എപ്പിസോഡ് അവസാനിക്കുന്നതുമായിട്ടാണ് അവർ കാണിച്ചത്. അതിലെ ഏറ്റവും വലിയൊരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആയിട്ട് തോന്നിയത് റോക്സിനി പെരസ് ആ വുമൻസ് ടാഗ് ടീം ടൈറ്റിൽ എടുത്തതിന് ശേഷം ലിവ് മോർഗനെ വെച്ച് കൊടുക്കുന്നു. പക്ഷേ ലിവ് മോർഗൻ അത് തിരികെ റോക്സിനി പെരസിലേക്ക് വെച്ച് കൊടുത്ത് തൻ്റെ ലക്ഷ്യം ഇതല്ല എന്നുള്ളത്
അടിവരയിടുന്നത് നമുക്കവിടെ കാണാൻ സാധിച്ചു. ഇതിന് മുൻപത്തെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ വുമൺസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി വെക്കേറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഞാൻ വരുന്നു എന്നുള്ളൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും ലിവ് മോർഗനും സ്റ്റെഫിനി വെക്കേറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെഫിനി വെക്കേറിൻ്റെ കൈവശമുള്ള വുമൺസ് വേൾഡ് ടൈറ്റിലാണ് ലിവ് മോർഗൻ്റെ ലക്ഷ്യം എന്നുള്ളത് ലിവ് മോർഗൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ വുമൺസ് ടാഗ് ടീം ടൈറ്റിലിന് ജഡ്ജ്മെൻറ്റ് ടീമിലെ മറ്റ് താരങ്ങളായ റോക്സിനി പെരസും റഗൽ റോഡ്രിഗസും പോകുമെന്നുള്ളതും അവർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ജഡ്ജ്മെൻറ്റ് ടീമിന് വലിയ ആധിപത്യം കൊടുക്കുന്ന, വലിയ മേധാവിത്വം കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റുകൾ നമുക്ക് റോയിൽ ഉടനീളം കാണാൻ സാധിച്ചു. നാലാമത്തെ അപ്ഡേറ്റ്, ജനുവരി മാസത്തിലെ ആദ്യ റോ എപ്പിസോഡിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് സ്ട്രീമിംഗ് ആരംഭിച്ചതിന് ശേഷം ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കപ്പെടാൻ പോകുന്ന റോ എപ്പിസോഡിലേക്ക് മെയിൻ ഈവൻറ്റ് മത്സരം നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും പുതിയ നമ്പർ 1 കമാൻഡറായ ദ വിഷൻ ടീമിലെ അംഗമായ ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഒരു റൂമർ ഉണ്ടായിരുന്നു, റസൽമേനിയ 42-ൽ CM പങ്കിൻ്റെ ടൈറ്റിലിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ബ്രോൺ ബ്രേക്കർ ആയിരിക്കും. ആ റൂമേഴ്സിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ അവർ നടത്തിയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ജനുവരി മാസത്തിലെ ആദ്യ ആഴ്ചയിലെ ആദ്യ റോ എപ്പിസോഡിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ്, ജെ ഊസോ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചാണ്. ജെ ഊസോയ്ക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവിയാണ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് സ്വീകരിക്കേണ്ടി വന്നത്. LA നൈറ്റിനെ പരാജയപ്പെടുത്തി ജെ ഊസോ ഫൈനലിലേക്ക് എത്തുമെന്ന് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത് അത്തരത്തിലുള്ളൊരു റിസൾട്ടിന് കാത്തിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് LA നൈറ്റ് പിൻഫോളിലൂടെ ക്ലീനായി ജെ ഊസോയെ പരാജയപ്പെടുത്തുന്നതും ഫൈനലിലേക്ക് യോഗ്യത നേടിയെടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടായത്. ഈ ഒരു ഞെട്ടൽ ജെ ഊസോയുടെ കഥാപാത്രത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള റോ എപ്പിസോഡിൽ അവർ കാണിച്ചിരിക്കുന്നു. ആ പ്രൈം എനർജി ഡ്രിങ്കിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതും സ്റ്റീൽ സ്റ്റെപ്പിൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർക്കുന്നതുമൊക്കെ ജെ ഊസോയുടെ കഥാപാത്രത്തിൽ ഇനി വലിയ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് അവർ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. ജെ ഊസോയുടെ കഥാപാത്രത്തിൽ വരാൻ പോകുന്ന വ്യത്യാസങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ഉദാഹരണം അവർ നൽകുന്നത് റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിലാണ്. അപ്പോൾ ഒരു ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാതെ പോകുന്ന ജെ ഊസോ റോമൻ റിയൻസിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അതായത് റോമൻ റിയൻസ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തോളത്ത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരിക്കുമ്പോൾ അതിന് ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എടുത്തു പറയുന്ന ജെ ഊസോയുടെ ഒരു ഭാഗം നമുക്കവിടെ കാണാൻ സാധിച്ചു. തൻ്റെ തോളത്ത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരിക്കുന്നതിൽ വലിയ കാര്യമില്ല, റോമൻ റിയൻസ് പറഞ്ഞതാണ് ശരി, അവൻ്റെ തോളത്ത് ഈ ഒരു ചാമ്പ്യൻഷിപ്പും മറ്റും ഇരിക്കുമ്പോഴാണ് അതിന് ഭംഗിയുള്ളത്, എല്ലാം അവന് തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ജെ ഊസോ അവിടെ കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ജെ ഊസോ വില്ലനാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ ഒരു സ്റ്റെപ്പ് ഇന്നത്തെ റോ എപ്പിസോഡിൽ അവർ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ജെ ഊസോ വില്ലൻ ആകുകയാണെങ്കിൽ റോ എപ്പിസോഡിന് അനിവാര്യമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം കൂടി കിട്ടും. എന്തായാലും ജെ ഊസോയുടെ കഥാപാത്രത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ തുടർന്നുള്ള റോ എപ്പിസോഡിലും ട്രിപ്പിൾ എച്ച് ഉപയോഗിക്കും എന്ന് കരുതാം. ആറാമത്തെ അപ്ഡേറ്റ്, ആ മിസ്റ്ററി റെസ്ലർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്നത് ആ മിസ്റ്ററി റെസ്ലർ ആരാണെന്ന് വെളിപ്പെടുത്തും, അത് ദ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പോൾ ഹേമൻ ഒരിക്കൽ കൂടി ആദം പിയേഴ്സിനോട് പറയുന്നുണ്ട് ആ മിസ്റ്ററി റെസ്ലറുമായി തനിക്കൊരു കണക്ഷനും ഇല്ല എന്നുള്ളത്. പക്ഷേ മിസ്റ്ററി റെസ്ലറെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റഫറിയെ അസൈൻ ചെയ്യുന്ന ആദം പിയേഴ്സിൻ്റെ ചെറിയ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സും നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ഒരിക്കൽ കൂടി സെത്ത് റോളിൻസിൻ്റെ പേര് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സെത്ത് റോളിൻസിന് ഇഞ്ചുറിയാണ്, സെത്ത് റോളിൻസിന് എന്തായാലും ഇത്രയും വേഗത്തിൽ ആ ഒരു സ്റ്റീൽ കേജ് കയറാൻ സാധിക്കില്ല എന്നൊക്കെ ആദം പിയേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ മിസ്റ്ററി റെസ്ലറെ വെളിപ്പെടുത്താതെ, മിസ്റ്ററി റെസ്ലറെ കൊണ്ടുവരാതെ ആ മിസ്റ്ററി റെസ്ലറിൻ്റെ സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇനിയുള്ള റോ എപ്പിസോഡുകൾ നമ്മളെ കാണാനുള്ള, നമുക്കൊരു ക്യൂരിയോസിറ്റി നൽകാനുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് അത് റിവീൽ ചെയ്യാതെ കുറച്ച് സമയമെടുത്ത് നല്ല സ്റ്റോറി കാണിച്ച് അവർ റിവീൽ ചെയ്താൽ നമുക്കൊരു വാവ് ഫാക്ടർ കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് ആ ഒരു മിസ്റ്ററി റെസ്ലർ സ്റ്റോറി ലൈനിൽ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റിയൻസും ബ്രോക്ക് ലെസ്നറും എവിടെയാണ്, അവർ എന്തുകൊണ്ട് റോ എപ്പിസോഡിൽ വന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വളരെ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ
റോമൻ റീൻസും ബ്രോക്ക് ലെസ്നറിനും ഇനി മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതും അവരെ നിലവിൽ അഡ്വർടൈസ് ചെയ്യുന്നതും അടുത്ത വർഷത്തെ 2026 ആദ്യ പ്രീമിയം ലൈവ് ഇവൻ്റായ ജനുവരി മാസത്തിൻ്റെ അവസാനം നടക്കാൻ പോകുന്ന റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റാണ്. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് അടുത്ത വർഷത്തെ റോയൽ റംബിൾ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെ അവിടെ അവർ ഉപയോഗിക്കും. അപ്പോൾ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ റോമൻ റീൻസിൻ്റെ വിജയസാധ്യത കൂടുതലുള്ള ഒരു ഇവൻ്റാണ്. ബ്രോക്ക് ലെസ്നറിനും വലിയൊരു പ്രാധാന്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് റെസ്ലേഴ്സും ഇനി റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് മുൻപ് ഈ ഇവൻറ്റിന് അല്ലെങ്കിൽ മത്സരത്തിന് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 വീക്കിലി എപ്പിസോഡുകളിൽ വരുന്നതായിട്ടോ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഡിസംബർ മാസത്തിലൊന്നും റോമൻ റീൻസിനെയോ ബ്രോക്ക് ലെസ്നറിനെയോ അഡ്വർടൈസ് ചെയ്യുന്ന വീക്കിലി എപ്പിസോഡ്സിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത വർഷം ഇനി ഇവരെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്. ഇന്നത്തെ റോ എപ്പിസോഡ് ഭയങ്കര ഒരു എപ്പിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ട്രിപ്പിൾ എച്ച് ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു റോ എപ്പിസോഡായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നല്ല സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റൊക്കെ കാണാൻ സാധിച്ച ചില സ്റ്റോറി ലൈൻ്റെ പുതിയൊരു ആരംഭം കുറിക്കുന്നതായിട്ടുള്ള നല്ല ഭാഗങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരു 5 സ്റ്റാറിൽ ഒരു 3 സ്റ്റാർ, ഒരു എബോവ് ഏവറേജ് ഷോ എന്നുള്ള നിലയിൽ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിന് കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.